അമ്മമാർക്കൊപ്പം ആൺകുട്ടികളെ വളരാൻ അനുവദിക്കാത്തവരാണ് പാപ്പുവ ന്യൂ ഗിനിയയിലെ സാംഭിയൻ ഗോത്രവർഗം. ശുദ്ധിയില്ലാത്ത രക്തമാണ് അമ്മമാരുടേതെന്ന് ഇവർ കരുതുന്നു. ആർത്തവ രക്തം ഇതിന്റെ ലക്ഷണമാണെന്നും കരുതുന്നവരാണിവർ. 7 വയസ്സിൽ ആൺകുട്ടികളെ അമ്മയിൽ നിന്ന് വേർപെടുത്തും. രഹസ്യ സ്വഭാവമുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. മൂക്കിൽ അടിച്ചടിച്ച് രക്തം പുറത്തെത്തിക്കും. അമ്മയുടെ മലിനരക്തം ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണിത്. മുതിർന്ന പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തും. ആൺകുട്ടി ഒത്ത പുരുഷനായി രൂപപ്പെടുന്നതിന് വേണ്ടിയാണിത്. ഒറ്റപ്പെട്ട ജീവിതം, പ്രത്യേക ഭക്ഷണക്രമം തുടങ്ങിയവ നിർബന്ധമാക്കും. ഇതു കഴിഞ്ഞാൽ വിവാഹം. 2000 പേരാണ് ആകെയുള്ളത്. സെമൻ ഗോത്രവർഗമെന്നും പാശ്ചാത്യർ വിളിക്കും. ഇതിവരുടെ ഇടയിലെ പ്രത്യേകതരം പ്രായപൂർത്തി ചടങ്ങിനെ സൂചിപ്പിക്കാനാണ്. സമുദായത്തിലെ മുതിർന്ന പുരുഷന്മാരുമായി കുട്ടികൾ വദനസുരതത്തിൽ ഏർപ്പെടുന്നതാണിത്. കുട്ടികൾക്ക് പുരുഷത്വം കിട്ടാൻ ഇതാവശ്യമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. കുട്ടികൾ പുരുഷപ്രാപ്തിയിലെത്താൻ 7 ഘട്ടങ്ങൾ കഴിയണം. 7 വയസ്സിൽ തുടങ്ങി 15 വർഷം വരെ നീളും. 7 വയസ്സാവുമ്പോൾ അമ്മയിൽ നിന്ന് മാറ്റും. മൂക്കിൽ ചൂരൽ കഷ്ണങ്ങൾ തിരുകും, ചോര വീഴും വരെ. അമ്മയുടെ അശുദ്ധ രക്തം ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണിത്. അമ്മമാർ പിശാചുക്കളുടെ സ്വാധീനത്തിലാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് വിവാഹം. ഭാര്യയുമൊത്ത് കഴിഞ്ഞതിനു ശേഷവും ഒരിക്കൽ കൂടി മൂക്കിൽ നിന്ന് രക്തം പുറത്തു ചാടിക്കുന്ന ചടങ്ങ് ആവർത്തിക്കും. ഭാര്യയുടെ അശുദ്ധ രക്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാണിത്. പ്രസവത്തോടെയാണ് ഭാര്യയ്ക്ക് സ്ത്രീ എന്ന നിലയിൽ അംഗീകാരം ലഭിക്കുന്നത്. പാപ്പുവ ന്യൂ ഗിനിയയിലെ മലനിരകളിലാണ് ഇവരുടെ താമസം. അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞരാണ് ഇവരെ കണ്ടെത്തി പേരിട്ടത്.